തെറ്റുകളെല്ലാം ക്ഷമിക്കാം, എന്തായാലും തെറ്റ് പറഞ്ഞു. പക്ഷെ എല്ലാത്തിനും എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങനൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഷോർട്ടാനിക്കൽ അമ്മ നന്നായിട്ട് ഒരുപാട് സന്തോഷം. അഭിലാഷൻ, ആരതി ചേച്ചി, ബിബിൻ, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. എനിക്ക് ഒരു സിനിമാ ബന്ധത്തിലുപരി എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. അപ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ എൻ്റെ ഏതൊരു ഇന്റർവ്യൂ എന്തിലും ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉർവശി ചേച്ചിയാണ്. അപ്പോൾ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു സീനെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടർ കിട്ടിയത് മഞ്ജു ചേച്ചിയോടും ഞാൻ പറയും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ഉർവശി ചേച്ചി തന്നെയാണ്. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അതിന് മാറ്റമില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടം തന്നെയാണ് മുകേഷേട്ടൻ. അതുപോലെ തന്നെയാണ് സിദ്ദിഖ് സാറും മുകേഷേട്ടനും. സിദ്ദിഖ് സാറിനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മുകേഷേട്ടനോട് ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. സ്ക്രീൻസിൽ മാത്രം കണ്ട ആൾക്കാരോട് അഭിനയിക്കാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം നമ്മുടെ ഈ സിനിമ വിജയിക്കാൻ. താങ്ക് യു സോ മച്ച്. ഇതില് അഭിനയിക്കുന്ന ഒന്ന് രണ്ട് പേരോട് വന്നിട്ടുണ്ട്. ബാക്കി കാസ്റ്റിങ്ങിലൊക്കെ പറയേണ്ട പേരിലൊന്നാണ് അപർണ. അപർണ ഈ പടത്തില് ഇവർക്കൊപ്പം വലിയ എക്സൈറ്റ്മെന്റ് ആണ്. ഇതിൽ 3 പേര് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഇതിൽ വെച്ചിട്ട് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഏറ്റവും നമ്മൾ ആരാധിക്കുന്ന ആക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ വെച്ചിട്ട് അതിന് വലിയൊരു ഭാഗ്യമുള്ളതെന്ന് തോന്നുന്നില്ല. ഞാനും എക്സൈറ്റഡ് ആണ് ഇവരോട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എഴുതിയ പടങ്ങളെല്ലാം മ്യൂസിക് ചെയ്യുന്നതാണ്. നിർമ്മിക്കാൻ പോയപ്പോൾ അവൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പാക്കേജാണ് ഞങ്ങൾ ഒരുമിച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. അഭിലാഷ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് ചെയ്യാനാണ്. നിങ്ങളുടെ 7ാമത്തെ സിനിമയാണ് വെച്ച് കടാവം തൊട്ട് മാളികപ്പുറം സുമതിവളം ഒക്കെ ജോലിയിൽ 7ാമത്തെ സിനിമയാണ് നിങ്ങൾ ഒരുമിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഉള്ള സിനിമയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് സിനിമ ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആരതിക്കും ബിബിനും അഭിജിത്തേക്കും എല്ലാവർക്കും ഒരു ഞങ്ങളൊരു കൂട്ടായ്മയുടെ ആണ് ഈ മൂവി. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. താങ്ക് യു. അല്ല, വേറെ കുട്ടിയാണ് സാധനം. ഞാനെഴുതുന്ന പേരുകളൊക്കെയാണ്. ഞാനൊരു ഒരു ബന്ധമില്ലതൊരു പേര് പാർലോ പാർട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ക്യാമറമാനാണ്. ക്യാമറ ചെയ്യുന്നത് നിഖിലാണ്. നിഖിലായിരുന്നു കാവലടക്കം. നിഖിൽ നാഷണൽ അവാർഡ് വിന്നറാണ്. ക്യാമറ നിഖിലാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തത്. ഒപ്പം ഇതിന്റെ